പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ പാർട്ടി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീമമായ പരാജയം ഏറ്റുവാങ്ങിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ 9 നടന്നത്. ഇതിനു മുമ്പത്തെ നിയമസഭയിൽ 99 അംഗ ഇടതുപക്ഷ നിയമസഭയിൽ 63 മറ്റ് MLA മാരുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 29 MLA മാർ മാത്രമേ CPM ഉള്ളൂ. പിന്നെ CPIക്ക് 5-6 MLA മാരും ഉണ്ട്. അപ്പോൾ 62-ൽ നിന്ന് 29-ലേക്ക് CPM കൂപ്പുകുത്തിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ചരിത്രത്തിലാദ്യമായി CPMൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പുറത്തു വന്ന് വേറെ പാർട്ടികളിലേക്കൊന്നും പോകാതെ CPM വിമതന്മാർ എന്ന് പറഞ്ഞ് മത്സരിച്ച 3 പേർ ഇന്ന് നിയമസഭയിലേക്ക് എത്തുന്നു. ആ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ 2 പേർ അല്ലെങ്കിൽ 3 പേരും CPMൻ്റെ ഉറച്ച കോട്ടയിൽ നിന്ന്, ചുവന്ന കോട്ടയിൽ നിന്ന് ജയിച്ചാണ് ഈ നിയമസഭയിലേക്ക് വരാൻ പോകുന്നത്. അതിൽ പയ്യന്നൂർ 15 തെരഞ്ഞെടുപ്പായി CPM ജയിക്കുന്ന മണ്ഡലം, 2021 50,000 വോട്ടുകൾക്ക് CPM ജയിച്ച മണ്ഡലം, 2021 1.25 ലക്ഷം വോട്ടിൽ 93,000 വോട്ടും CPM നേടിയ മണ്ഡലം. അവിടുന്ന് CPMൻ്റെ അഴിമതിക്കെതിരെ പോരാടി പുറത്തു വന്ന് മത്സരിച്ച ശ്രീമാൻ V കുഞ്ഞികൃഷ്ണൻ ഏതാണ്ട് 7,000 ചില്ലാനം വോട്ടിന് ജയിച്ച് ഈ നിയമസഭയിലേക്ക് വരാൻ പോകുന്നു. തളിപ്പറമ്പ് മണ്ഡല രൂപീകരണത്തിന് ശേഷം ഇന്നേ വരെ CPM മാത്രം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു 10-20,000 വോട്ടുകൾക്ക് CPMൻ്റെ ഒരു വിമതനായിട്ടുള്ള TK ഗോവിന്ദൻ ജയിച്ച് നിയമസഭയിലേക്ക് വരുന്നു. ഇങ്ങനെ തെക്കൻ കേരളത്തിൽ ആലപ്പുഴയിൽ CPMൻ്റെ ഉറച്ച കോട്ടയായിട്ടുള്ള അമ്പലപ്പുഴയിൽ നിന്ന് ഏതാണ്ട് 1/4 ലക്ഷം വോട്ടിനടുത്ത് ഭൂരിപക്ഷം വാങ്ങിക്കൊണ്ട് ശ്രീമാൻ G സുധാകരൻ ജയിച്ച് നിയമസഭയിലേക്ക് വരുന്നു. അപ്പോൾ ഒന്ന്, CPM പാതാളക്കുഴിയിൽ വീണ ഒരു തെരഞ്ഞെടുപ്പ്, 62 MLA മാരിൽ നിന്ന് 29 MLA മാരിലേക്ക് കൂപ്പുകുത്തിയ തെരഞ്ഞെടുപ്പ്, CPMനെതിരെ പോരാടി പാർട്ടിക്ക് പുറത്തുനിന്ന് പോരാടി വന്ന 3 പേർ നിയമസഭയിലേക്ക് വരുന്നു. CPMൻ്റെ കോട്ടകൊത്തളങ്ങൾ ആകെ ഊടുപാടും അടപടലം തകർന്ന തെരഞ്ഞെടുപ്പ്. നിയമസഭ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇന്നേ വരെ CPM മാത്രം ജയിച്ചിട്ടുള്ള തൃക്കരിപ്പൂരിൽ നിന്ന് UDF ജയിക്കുന്നു. 60,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മട്ടന്നൂരിൽ ഏതാണ്ട് 10-15,000 വോട്ടിന് മാത്രം ജയമുണ്ടാകുന്നു. 50,000-ലധികം വോട്ടുകൾക്ക് പിണറായി വിജയൻ ജയിച്ച ധർമ്മടത്ത് കഷ്ടിച്ച് 10-20,000 വോട്ടിന് പിണറായി വിജയൻ ജയിക്കുന്നു. ജില്ലയ്ക്ക് പുറത്തുള്ള പല മണ്ഡലങ്ങളിലും CPMൻ്റെ കോട്ടകളിൽ പോലും CPM മൂക്കുകുത്തി വീഴുന്നു. അങ്ങനെയുള്ള ഒരു CPMൻ്റെ സമഗ്രമായിട്ടുള്ള പരാജയം വിളിച്ചോതുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ റിസൾട്ട് വന്നിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് സ്വാഭാവികമായി അതിന് നേതൃത്വം കൊടുത്ത CPMൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ പൊതുവിൽ പരിശോധിക്കുമ്പോൾ CPMന് ഉണ്ടായിട്ടുള്ള ഈ സമഗ്രമായ പരാജയത്തിൽ പ്രധാനമായും 2 ഉത്തരവാദികളെ നമുക്ക് എടുത്തു കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അവരാണ് ഈ തോൽവിയുടെ 2 ഉത്തരവാദികൾ. അവർക്ക് 2 പേർക്കും ഒരുമിച്ചാണോ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം, ഒരാൾക്ക് കുറച്ച് ഉത്തരവാദിത്വം. അതാരൊക്കെയാണ്? അത് CPMൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും CPMൻ്റെ പാർട്ടി സംവിധാനത്തിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എന്ന് പറഞ്ഞാൽ പാർട്ടിയെ നയിച്ച പ്രധാനപ്പെട്ട 2 പേരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്ത സുഹൃത്തുക്കളെ? CPMൻ്റെ തോൽവിയിൽ ഏതാണ്ട് ഒരു 70% പങ്ക് പിണറായി വിജയനല്ലായിരുന്നോ? അതിലെന്താ തർക്കമുള്ളതെന്ന്? 10 വർഷമായി കേരളത്തെ ഭരിച്ചു മുടിച്ച പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ പാർട്ടിയെ തോൽപ്പിച്ചത് എന്നൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു കഴിഞ്ഞു. എന്തായാലും ഒരു 70% ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. ഏതാണ്ട് ഒരു 30% ഉത്തരവാദിത്വം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. സ്വാഭാവികമായും അവർ രണ്ടുപേരും ഒഴിഞ്ഞാൽ മാത്രമേ
ഈ പാർട്ടി രക്ഷപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അവരൊഴിഞ്ഞാലും ഈ പാർട്ടി രക്ഷപ്പെടുകയില്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പോയിടത്തൊന്നും ഈ പാർട്ടി തിരിച്ചു വന്നിട്ടില്ല. ത്രിപുരയിൽ പോയി തിരിച്ചു വന്നിട്ടില്ല. അവിടെയൊക്കെ ഒരുപാട് നേതൃമാറ്റങ്ങളൊക്കെ നടന്നു. ബംഗാളിലും പോയി തിരിച്ചു വന്നിട്ടില്ല. അവിടെയും നേതൃമാറ്റം നടന്നു. ഇപ്പോൾ എന്തോ 1-2 പേരെന്തോ ജയിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു 292 അംഗ നിയമസഭയിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും പോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു ചെറിയ തിരുത്തലെങ്കിലും ഈ പാർട്ടിയിൽ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. എന്നാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്താ? പിണറായി വിജയൻ എം വി ഗോവിന്ദനും വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് പരിശോധിക്കും, ഞങ്ങൾ താഴെത്തട്ടിൽ നിന്ന് മുതൽ ചർച്ച നടത്തും, ഞങ്ങൾ തെറ്റുതിരുത്തും എന്നൊക്കെ പറയുന്നു. ആരാ പറയുന്നത്? പിണറായി വിജയനും എം വി ഗോവിന്ദനും. എന്ന് പറഞ്ഞാൽ ഒരു കൊല നടത്തിയവർ വന്നിരുന്നിട്ട് പറയുകയാണ്, ഈ കൊലപാതകത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുക. ആര് പറയുന്ന ആരാണ്? കൊലയാളി ഒരാളെ കൊന്നവൻ വന്നിട്ട് പറയുകയാണ്, ഇതെങ്ങനെയാണ് ഈ കൊല നടന്നത് എന്നുള്ളത് ഞങ്ങൾ വിശദമായി പഠിക്കും, പരിശോധിക്കും എന്ന്. അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയനും ഗോവിന്ദനുമല്ലേ ഇതിൻ്റെ ഈ തോൽവിയുടെ ഉത്തരവാദികൾ. അവർക്ക് വന്നിരുന്നിട്ട് ഞങ്ങൾ തോൽവിയെക്കുറിച്ച് പഠിക്കും എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ സുഹൃത്തുക്കൾ? ഇനി ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഇതിനു മുമ്പ് എത്രയോ കനത്ത തോൽവികളുണ്ടായി. 2019 കനത്ത തോൽവിയുണ്ടായി, 2024 കനത്ത തോൽവിയുണ്ടായി, 2025 കനത്ത തോൽവിയുണ്ടായി. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? നമ്മൾ ഓർക്കണം, 2004 തെരഞ്ഞെടുപ്പിൽ UDF വലിയ പരാജയം ഉണ്ടായപ്പോൾ അന്ന് എ കെ ആന്റണി മാറി ഉമ്മൻചാണ്ടി വന്നു UDF. ഇവിടെ എന്താ സംഭവിച്ചത്? 2019 ഊടുപാടും തോറ്റു. ലോക്സഭയിൽ ഒരു സീറ്റോ മറ്റാ കിട്ടിയത്. എന്തെങ്കിലും തെറ്റിത്തിരുത്തിയോ? ചർച്ചയൊക്കെ ഒരുപാട് നടന്നു. എന്തെങ്കിലും നേരത്തെ മാറ്റം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. വിജയൻ അവിടെ തന്നെ ഇരുന്നു. 2024 18 സീറ്റിൽ തോറ്റു. അപ്പോഴും പറഞ്ഞു ചർച്ച ചെയ്യും, ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ ആഴത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കും, ഞങ്ങൾ തെറ്റിതിരുത്തുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. പിണറായി വിജയനും തുറന്നു, ഗോവിന്ദനും തുറന്നു. 2025 ഊടുപാടും തോറ്റു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഊടുപാടും തോറ്റു. അപ്പോഴും പറഞ്ഞ് ഞങ്ങൾ പരിശോധിക്കും. വല്ലതും പരിശോധിച്ചോ സുഹൃത്തുക്കളെ? ഒന്നും പരിശോധിച്ചില്ല. എന്നിട്ട് ഇപ്പോഴും പറയുകയാണ് ഞങ്ങൾ പരിശോധിക്കും. പക്ഷേ ഇത്തവണ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇത്തവണത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ പറയുന്നത് തൊണ്ട തൊടാതെ കേട്ട് അണികൾ അങ്ങ് നിശബ്ദരായി ഇരിക്കും എന്നിവർ തെറ്റിദ്ധരിക്കരുത്. കാരണം അണികളാണ് ഇത്തവണ അടി കൊടുത്തിട്ടുള്ളത്. ഏറ്റവും വലിയ അടി കിട്ടിയത് പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടകൊത്തളമായിട്ടുള്ള കണ്ണൂരിലാണ്. തൃക്കരിപ്പൂരിൽ അടി കിട്ടി, പയ്യന്നൂരിൽ അടി കിട്ടി, മട്ടന്നൂരിൽ അടി കിട്ടി, ധർമ്മടത്ത് അടി കിട്ടി, തളിപ്പറമ്പിൽ അടി കിട്ടി. അവിടെയെല്ലാം പാർട്ടി അണികൾ പടലം അടി കൊടുക്കുകയായിരുന്നു പിണറായി വിജയനും ഗോവിന്ദനും. അവിടെ മാത്രമല്ല, കേരളത്തിന് പുറത്തും എവിടെയൊക്കെ CPM സ്വാധീനമുണ്ടോ അവിടെയൊക്കെ UDF വമ്പൻ ഭൂരിപക്ഷം കൊടുക്കുകയാണ് CPM അണികൾ ചെയ്തത്. അമ്പലപ്പുഴയിൽ കൊടുത്തു, പേരാമ്പ്രയിൽ കൊടുത്തു, പൊന്നാനിയിൽ കൊടുത്തു, എലത്തൂരിൽ കൊടുത്തു, തിരുവനന്തപുരത്ത് വാമനപുരത്ത് കൊടുത്തു. അങ്ങനെ എത്ര CPM കോട്ട കൊത്തളങ്ങൾ നമ്മൾ എടുത്തു നോക്കും. അവിടെയെല്ലാം അടി കൊടുത്തിരിക്കുന്നു. ആര്? CPM അണികൾ. അവിടെയെല്ലാം UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതുകൊണ്ട് ഈ വിജയനും ഗോവിന്ദനും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏൽക്കുമ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്യും, ഞങ്ങൾ തിരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അണികളെ ഇങ്ങനെ നിശബ്ദരാക്കി ഇരുത്തുമായിരുന്നു. അത് ഗോവിന്ദനും വിജയനും മനസ്സിലാക്കിക്കോ, അതിത്തവണ നടക്കാൻ പോകുന്നില്ല. ഈ ഗോവിന്ദനെയും വിജയനെയും അണികൾ ഒരു പാഠം ഇത്തവണ പഠിപ്പിക്കാൻ പോവുകയാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ ഗോവിന്ദനും വിജയനും അവരുടെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ മാറണ്ടെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു, ഗോവിന്ദൻ മാറണ്ടെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. പക്ഷേ ഗോവിന്ദനും വിജയനും മനസ്സിലാക്കിക്കൊള്ളൂ, ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെയും സംസ്ഥാന കമ്മിറ്റിയുടെ ഒന്നും തീരുമാനമല്ല നടക്കാൻ പോകുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, നിങ്ങൾ താഴോട്ട് ബ്രാഞ്ച് വരെ ചർച്ച ചെയ്യുമെന്നല്ലേ പറയുന്നത്. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ, ആ ബ്രാഞ്ചിലെ ഉൾപ്പെടെ ചർച്ചകൾ അവസാനിക്കുമ്പോൾ ഗോവിന്ദനും വിജയനും ഈ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. എന്തുകൊണ്ടാ? പാർട്ടി അണികൾ കൊടുത്ത സന്ദേശതാ. പാർട്ടി അണികൾ UDF കൊടുത്ത തോൽവിയിലൂടെ കൊടുത്ത സന്ദേശതാ.
പാർട്ടി അണികൾ കുഞ്ഞികൃഷ്ണനെ ജയിപ്പിച്ചതിലൂടെ, സന്ദീപ് വാര്യരെ ജയിപ്പിച്ചതിലൂടെ, പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം കുറച്ചതിലൂടെ, മട്ടന്നൂരിൽ ഭൂരിപക്ഷം കുറച്ചതിലൂടെ, പേരാമ്പ്രയിലും എലത്തൂരിലും വാമനപുരത്തും പൊന്നാനിയിലുമെല്ലാം തോൽപ്പിച്ചതിലൂടെ CPM-കാർ കൊടുത്ത സന്ദേശം ഇനി വിജയനെയും ഗോവിന്ദനെയും ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. അതുകൊണ്ട് വിജയനും ഗോവിന്ദനും മനസ്സിലാക്കിക്കൊള്ളൂ, ഈ ചർച്ച കഴിയുമ്പോൾ നിങ്ങൾ ആ സ്ഥാനത്തുണ്ടാവില്ല. അടുത്ത പാർട്ടി കോൺഗ്രസും പാർട്ടി സമ്മേളനം വരെയൊന്നും പോകേണ്ടി വരില്ല. അതിനു മുമ്പ് അണികൾ വാളെടുക്കും നിങ്ങൾക്കെതിരെ. ഈ പാർട്ടിയെ തകർത്തതിന് പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ അണികൾ വാളെടുക്കാൻ പോവുകയാണ് എന്ന് ഗോവിന്ദനും വിജയനും മനസ്സിലാക്കിക്കൊള്ളൂ. ഈ നിങ്ങൾ പറഞ്ഞ ഈ പാർട്ടിയിലെ ചർച്ച കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ആ സ്ഥാനത്ത് നിന്ന് ചവിട്ടി എറിയപ്പെടും, ബൂട്ട് ഔട്ട് ചെയ്യപ്പെടും എന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ വിജയനോടും ഗോവിന്ദനോടും പറയാനുള്ളത്.